ഒലക്കര മൂട്. പി വി നിങ്ങൾ ഒന്നാം നമ്പർ. അടിമുടി അഴിമതിയിൽ ഒന്നാം നമ്പർ. വേട്ടയാടൽ. പി വി വേട്ടയാടൽ. നിങ്ങൾ ഒന്നാം സമഗ്രമായ വേട്ടയാടൽ. സമഗ്രകമോ? അതെ. അടിമുടി അഴിമതിയിൽ ഒന്നാം നമ്പർ എന്നാണ് കരക്കമ്പി. അല്ല, വേട്ടയാടൽ. വിളയാടൽ. വേട്ടയാടൽ വിളയാടൽ. സിനിമ പേര് ബാക്കി പറ. വേട്ടക്കാരൻ ഇറങ്ങി പാത്ത് പൊടി പറക്കുന്നത് പൊടി പറക്കുന്നത് വേട്ടക്കാരൻ ഇറങ്ങി പാത്ത്. എന്താണ് അജി? ഞങ്ങളെ വേട്ടയാടുന്നു. ആരാ? അവർ ഇടി എന്ന് ഞങ്ങളെ വീടിന്റെ പടിക്കൽ തന്നെ ആശാന്. വേട്ടയാടലോ? അതെ, വേട്ടയാടൽ. ഇഡി റെയ്ഡ്, ഇഡി അന്വേഷണം, അത് വേട്ടയാടൽ. ആരെ വേട്ടയാടുന്നു? പ്രതിപക്ഷ നേതാവിനെ, മുൻ മുഖ്യമന്ത്രിയെ. എപ്പൊ വേട്ടയാടി? കഴിഞ്ഞ ഒരാഴ്ച വേട്ടയാടൽ തന്നെ. ഇനി അങ്ങോട്ട് റെയ്ഡിന് വന്നത് വേട്ടയാടൽ തന്നെ. ഞങ്ങളുടെ പാർട്ടിയെ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാക്കാനാണ് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തം കമ്മിയോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാൻ ഇരുത്തിയിട്ടെ പറയാമേ. വേട്ടയാടൽ ആർക്കെതിരെയാ? ഞങ്ങൾക്കെതിരെ. നിങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോ CPM-നെതിരെ. അതായത് വീണയിലൂടെ പിണറായിലൂടെ അതെ, പാർട്ടിയെ വേട്ടയാടുന്നു. എന്നിട്ട് റെയ്ഡ് ചെയ്യാൻ ചോദ്യം ചെയ്യലിന് വന്നത് ആരെയാ ചോദ്യം ചെയ്തതെന്നായിരുന്നു നിങ്ങളുടെ PV പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? മകളെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് അച്ഛനെ വേട്ടയാടി? മകളിലൂടെ അച്ഛനിലൂടെ പാർട്ടി. അതാണ് നയം. എനിക്കറിയാം. എനിക്കിതിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. എന്റെ കുറെ ദിവസമായിട്ട് അതായത് ആ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം മുതൽ തുടങ്ങിയതാണ്. പിണറായി വിജയൻ മറ്റേ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് മുഷ്ടി ചുരുട്ടി സഖാക്കളെ അഭിവാദ്യം ചെയ്യുന്നു. എന്നിട്ട് ചെന്ന് കയറി കൊടുത്ത അന്തം കമ്മികൾ പൊട്ടന്മാര്, അവന്മാര് പൊട്ടന്മാര്. ഞങ്ങളുടെ പാർട്ടി നിർത്തൂ. പാർട്ടിയെ എവിടെ തൊട്ടു? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാർട്ടിയെ എവിടെ തൊട്ടു? എവിടെയാണ് തൊട്ടത്? പ്രതിപക്ഷ നേതാവിനെ തൊട്ടാൽ പാർട്ടിയെ തൊട്ടു. പ്രതിപക്ഷ നേതാവിനെ എപ്പോ തൊട്ട്? ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ഒന്നും ഈ ഇഡി ചോദ്യം ചെയ്തൊന്നുമില്ല. നിങ്ങളുടെ പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് അല്ലെ? ആ വാർത്താ സമ്മേളനം എടുത്തു വെച്ച് നോക്കണോ? മാധ്യമങ്ങൾ ചോദിക്കുന്നു, അങ്ങേ ചോദ്യം ചെയ്തായിരുന്നോ ഇഡി? അപ്പോൾ പിണറായി വിജയൻ അവിടെ നിന്നോണ്ട് പറഞ്ഞത് എന്തുവായിരുന്നു? വീണയെയാണ് അവർ ചോദ്യം ചെയ്തത്. വീണയുടെ ഒരു അക്കൗണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് പൂട്ടി. എവിടെ പിണറായി വിജയൻ? ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ മനുഷ്യനോട് ഒരു വാക്ക് ഈട് ചോദിച്ചില്ല. പിന്നെ എങ്ങനെ അങ്ങനെ റൈഡ് ചെയ്യുന്നത്? അല്ലേ തന്നെ നിർത്ത്. വീട്ടിൽ കയറിയത് തന്നെ. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നാ മകള് വേറെ റിയാസിന്റെ വീട്ടിൽ പോയി താമസിക്കാം. അങ്ങനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യാലോ. വീട്ടിൽ പോയി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലോട്ട് പോയി. എന്തിനെ? പ്രതിപക്ഷ നേതാവിന്റെ വീടാണോ അത്? അതെ, അല്ല. വാടക വീടല്ലേ? വാടക വീടല്ലേ? പുള്ളിയല്ലേ അവിടെ താമസിക്കുന്നത്. എന്നും വെച്ചോണ്ട് പിന്നെ വാടക കൊടുത്തിരിക്കുന്ന ആളുടെ ഇഡി അന്വേഷണത്തിന് വരുന്നു, റെയ്ഡിന് വരുന്നു. മടിയിൽ കനമില്ലെങ്കിൽ ആ അന്വേഷണത്തോട് അങ്ങ് സഹകരിച്ചാ പോരെ? എന്തിനാണ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് കൃത്യമായി നിങ്ങൾ അന്തം കമ്മികളെ പിണറായി വട്ടത്തിലും നീളത്തിലും തേച്ചു. അതാണ് കാര്യം. പൊട്ടന്മാരെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ആദ്യം ആ റെയ്ഡ് കഴിഞ്ഞ് മറ്റേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്നു. അതുവരെ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതിരുന്ന പ്രവർത്തകർ പെട്ടെന്ന് പിണറായി മുഷ്ടി ചുരുട്ടുമ്പോഴത്തേക്ക് അടി ഇടി വെട്ടുകുത്ത്. എന്നിട്ട് ആദ്യം പിണറായി മാധ്യമങ്ങൾക്ക് മുൻപിൽ ആദ്യം വന്നപ്പോ പറഞ്ഞ ഡയലോഗ് എന്തുവായിരുന്നു? പാർട്ടിയെ വേട്ടയാടുന്നു, എന്നെ വേട്ടയാടുന്നു, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന്. ഇതേ മനുഷ്യൻ തന്നെയല്ലോടോ അത് കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയപ്പോ, അതായത് വലിയ അടിയും ബഹളവും കഴിഞ്ഞ് ഇഡി ഉദ്യോഗസ്ഥരെ അടിച്ചൊതുക്കിയിട്ട് ഈ പറയുന്ന അന്തം കമ്മികളെ പോലീസുകാർ പൊക്കിയെടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോ അതേ പിണറായി തന്നെ പറഞ്ഞില്ലേ, മകളെ ആ ചോദ്യം ചെയ്തത് എന്നോടൊന്നും ചോദിച്ചില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയനെ വേട്ടയാടുന്നത്? അത് പിന്നെ ഒരു മയം LDF-നെ പ്രതികൂട്ടിൽ ഒന്നുമില്ല. എന്തിനാണ് ഈ ഊച്ചാലിത്തരം കാണിക്കുന്നത്? ഒന്നുമില്ലാലും ഈ CPM-ന്റെ മുതിർന്ന ഒരു നേതാവല്ലേ ഈ പിണറായി വിജയൻ. ഒരു അല്പമെങ്കിലും പാർട്ടിക്കാരോട് കൂറുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്തുവായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? മകളെ ചോദ്യം ചെയ്യാനാണ് വന്നത്. മകളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കേസാണ്. ഇനി അതിൽ പാർട്ടി പ്രവർത്തകർ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ അവരെ പോകാൻ അനുവദിക്കുന്നു മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരായിരുന്നോടോ. അതും കഴിഞ്ഞിട്ട് മറ്റേ എന്തോന്നറിയാമോ, ഏതാണ്ടില്ല മാഫിയ സംഘം പോലെ ആയിരുന്നു. എന്തൊരു ഊച്ചാലിത്തരവാടോ? ഞങ്ങൾ അറിഞ്ഞില്ല ഇവര് കയറി ആക്രമിക്കുന്ന കാര്യം. ഞങ്ങൾ ശാന്തമായി പൊട്ടന്മാർ ശാന്തമായി പ്രതിഷേധിച്ചെങ്കിലും വേറെ കുറെ പൊട്ടന്മാരോട് പിണറായി ആഹ്വാനം കൊടുത്തായിരുന്നു കയറി മേടിച്ചോളാം. എങ്ങനെ? നിർത്ത്.
എന്നിട്ട് ഇപ്പൊ അകത്ത് കിടക്കുന്നവന്മാരുടെ അവസ്ഥ എന്താ? അകത്ത് കിടക്കുന്നവരകത്ത് കിടക്കും. എന്നിട്ട് പിണറായി അവരെ കുറിച്ച് എന്തെങ്കിലും പണയുന്നുണ്ടായിരുന്നു? ഞങ്ങൾ അടിയിൽ കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അടിയിൽ കൂടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന കാര്യം അത് ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് പരിപാടിയാണ്. അങ്ങോട്ട് ചെന്ന് കയറിക്കൊണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെ കോടതിയാ കേസ് എടുപ്പിച്ചിരിക്കുന്നത്. കോടതി ഈടി ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. തുടരാന്ന് ഈടിക്ക് കേറി ഞെരങ്ങാന്ന് ഞങ്ങളുടെ വീടുകളിൽ. അപ്പൊ കോടതി തെറ്റാണോ? കോടതി ബഹുമാനമാണ്. അപ്പൊ പിന്നെ എങ്ങനെ ഇത് വേട്ടയാടണം? ഇത് വേട്ടയാടലാണ്. ഈടിയുടെ വേട്ടയാടൽ സംഘടിത വേട്ടയാടലാണ് നടക്കുന്നത്. ഞങ്ങൾ വീണ്ടും സമരസഹിക്കാൻ വേണ്ടി കൊച്ചി മുതിർന്ന ഉദ്യോഗസ്ഥനൊക്കെ ഡൽഹിന്ന് പറഞ്ഞ കൊച്ചിയിൽ വരണം. എന്തിന്? എടാ പിന്നെ ഈടിയുടെ റെയ്ഡിന് പിന്നെ അവര് വരണ്ടേ? അപ്പൊ എന്തിനു വരണം? അച്ഛൻ എന്റെ കൂട്ടുകാരി ചോദിക്കുന്നു, ആ റെയ്ഡിന് ഉദ്യോഗസ്ഥർ ഇൻസ്റ്റ ആയിടണം. അതിനിടയിൽ കൂടെ കോഴി പോടുന്നു. എന്റെ രണ്ടാമത്തെ പോയിന്റ് എടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഹൈക്കോടതിയല്ലേ ഈടിക്ക് സ്വതന്ത്രമായി അന്വേഷണം നടത്താമെന്ന് പറഞ്ഞത്? അപ്പോൾ ഹൈക്കോടതിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയതിന്റെ അടിസ്ഥാനത്തിലല്ലേ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്? അതായത് ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് ഇഡി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, അന്വേഷണം മുൻപോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് വേട്ടയാടലാകുന്നത്? പിന്നെ ഹൈക്കോടതിക്കെതിരെ ഞാൻ വല്ലതും പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും, അന്ന് ഇഡിയെ നിങ്ങൾ ഖരാവോ ചെയ്തതുപോലെ ഹൈക്കോടതിയെ പോയി ഖരാവോ ചെയ്യൂ. ഹൈക്കോടതിയിൽ നമുക്ക് ഖരാവോ ചെയ്യാൻ പറ്റും. ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ഈ നേരായ രീതിയിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? നിങ്ങളുടെ പാർട്ടി കോടതിക്ക് മുകളിൽ ചില കോടതികൾ ഉണ്ടെന്ന്. ഇവിടുത്തെ നിയമം വേറെയാ, മനസ്സിലായില്ലേ? നോക്കൂ, നേരായ രീതിയിലാണ് അന്വേഷണമെങ്കിൽ ഞങ്ങൾ സഹകരിക്കും. മറിച്ച് ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സഹകരണം ഉണ്ടായില്ല. നിർത്തി നിങ്ങൾ അന്തംഗമികൾ അങ്ങോട്ട് മാറി നിൽക്കുക. മുതിർന്ന നേതാക്കളിൽ പലരും, അതായത് എം പി ഗോവിന്ദനൊന്നും അല്ല, എ കെ ബാലനും ഒന്നും അല്ല, പാർട്ടി യോഗങ്ങളിൽ നിന്നിപ്പോൾ ഉയർന്നു വരുന്ന കാര്യം എന്താണ്? പിണറായി വിജയനെതിരെ വന്നാൽ ഓക്കെ, പാർട്ടി ഇടപെടാം. മകൾക്കെതിരെ വന്നാൽ പണ. അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ ആരെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അത് ഞങ്ങൾ കൺഫ്യൂഷൻ. അതായത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാ? അങ്ങനെയില്ല, തെറ്റിദ്ധരിപ്പിച്ചത് ആരാ? ആവശ്യം വന്നപ്പോ ചെയ്ത നിർത്ത്. നിങ്ങളെ കൃത്യമായി തെറ്റിദ്ധരിപ്പിച്ച് ലഹളക്ക് ഇറക്കി വിട്ടത് ആരാ? പേര് പറ. പിണറായി നല്ല ഭേഷ വെച്ചു കൊടുത്തു, പാർട്ടിക്ക് വേണ്ടി അടിച്ച് കയ്യിൽ കൊടുത്തു. ഞങ്ങൾ നെഞ്ചും വീറും കൊടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. വീണ വിജയനാണോ പാർട്ടി? അല്ല, അന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു. അകത്ത് എന്താ സംഭവിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞങ്ങള് ഞങ്ങളുടെ പിണറായിന്റെ വീട്ടില് കുറെ ഈടിക്കാര്. അതല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് ആദ്യം ചെയ്യേണ്ടത്? പുറത്തേക്ക് ഇറങ്ങി വന്ന് അകത്ത് എന്ത് നടന്നു എന്ന് പറയണ്ടേ? മകളെയാണ് ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അപ്പോഴത്തെ ആവേശത്തിൽ എല്ലാരും കണ്ടപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഈഡിയെ ഒന്ന് കൈ വെക്കണം. അതായത് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ മോളെ ചോദ്യം ചെയ്യാറായോ ഇഡി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇഡിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പൊട്ടന്മാരെ അടിച്ചിറക്കി കളത്തിലോട്ട് വിട്ടത്. എന്നിട്ട് എന്തായി? പാർട്ടി ഓഫീസിൽ പോയി ഒളിച്ച പ്രതികളെ വരെ അവിടുന്ന് പൊക്കിയോ പോലീസ്? ഞങ്ങൾ നെഞ്ചും വീറും കൊടുത്ത് എന്നിട്ട് പാർട്ടി ഓഫീസിന്റെ അവിടെ നിന്ന് നിങ്ങളുടെ നേതാക്കൾ എന്താ ഈ നെഞ്ചും വീറും ഒന്നും കാണിക്കാൻ? ഒരാൾ കീഴടങ്ങി, അയ്യോ കീഴടങ്ങിയതല്ല, അല്ലല്ല, ഇറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കയറുമെന്ന് പോലീസുകാർ പറഞ്ഞു. അത് ഞങ്ങൾക്ക് പേടി. നിങ്ങൾ പാർട്ടി ഓഫീസിൽ കയറി കഴിഞ്ഞാൽ നാണം കെടുവല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇറക്കി പുറത്തേക്ക് വിടും. ഞങ്ങൾ പോലീസിനോട് മാന്യമായിട്ടാണ് പെരുമാറിയത്. അവിടെ ഞങ്ങളെ വാങ്ങി കൂട്ടിയ പോലീസിനോട് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം കൊടുക്കാൻ പോയ പോലീസുകാരെ വരെ കൈവച്ചു. അങ്ങനത്തെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം കാണിച്ചു. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ വന്ന് അവിടെ എന്താണ് പറഞ്ഞത്? തെറ്റുകാരുണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കില്ല. പാർട്ടി ഓഫീസിൽ എന്തിനാ കയറ്റി ഒളിപ്പിച്ചത്? ഒളിപ്പിച്ചില്ലല്ലോ, അതാ പറഞ്ഞത്. അവസാനം കയ്യിൽ പോയി. അതായത് പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ പ്രതികളെയും കൊണ്ടല്ലാതെ ഇവിടുന്ന് പോകൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പണിവാളി. ഒടുക്കം പാർട്ടി ഓഫീസിൽ കയറിയ നാണക്കേടല്ലേ? അപ്പൊ നേതാക്കൾ പറയാം ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പുറത്തൊക്കെ ഇറക്കി തരാം. ഒരു വശത്ത് ഇഡി വക നാടകം, മറുവശത്ത് പോലീസ് വക നാടകം. എന്തൊക്കെ കാണുമായിരുന്നു? അപ്പൊ കോടതിയുടെ വക നാടകം, ഞങ്ങൾക്ക് റെസ്പെക്ട് ആണ്. ഞങ്ങൾ പറയില്ല, കോടതിക്കെതിരെ ഞങ്ങളൊന്നും പറയില്ല. അയ്യോ നിങ്ങൾ ഇപ്പൊ കോടതിക്കെതിരെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? അയ്യോ അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. അറസ്റ്റ് ചെയ്തോണ്ട് ആദ്യമേ എന്താ തെറ്റുകാരിയാണെങ്കിൽ അറസ്റ്റ് ചെയ്തോണ്ട് പോകും. തെറ്റുകാരി അല്ല,
കാര്യം എന്താണെന്നറിയാമോ? മറ്റേ ഈ ബംഗാളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മമതാ ബാനർജിയുടെ മറ്റേ ശിങ്കിടികളുണ്ടല്ലോ, തൃണമൂലുകാര്, അവരുടെ എന്തെങ്കിലും കേസിന് ED-യോ CBI-യോ ഒക്കെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇവര് പറ്റിയ കലാപം ഉണ്ടാക്കും. അത് ഇവിടെ വില പോവില്ല. അത് കേരളമാണ്. തെറ്റുകാരിയല്ലല്ലോ, അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള. തെറ്റുകാരി അല്ലാഞ്ഞിട്ടാണോ ED അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്? നിർത്തടോ. ലിസ്റ്റിൽ PV മാത്രമല്ലല്ലോ, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരില്ലേ? ഉണ്ട്, ഇബ്രാഹിം കുഞ്ഞിന്റെ പേരുണ്ട്, RC-യുടെ പേരുണ്ട്, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്, അവരെടുത്ത് പോകാത്തത്. ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട്, അവരെടുത്ത് പോകാത്തത്. അത് നമ്മുടെ ചോദ്യമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്, കൃത്യമായ രാഷ്ട്രീയ വേട്ടയാടലാണ്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തോട് 2 വർത്തമാനം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം വന്നിരുന്നുണ്ട് മറ്റേ മാസപ്പടി കേസിൽ വീണ വിജയന്റെയും പിണറായി വിജയന്റെയും മറ്റേ മെക്കിട്ട് കയറി അവർക്കെതിരെ മറ്റേ എന്തായിരുന്നു കുറെ വാചകങ്ങൾ കൊണ അടിക്കുന്ന. നിന്റെ പാർട്ടിയിലുള്ളവരപ്പൊ കാണിച്ചത് എന്ത് പരിപാടിയാണ്? എങ്ങനെയാണ് മറങ്ങോട്ട് അതിന്റെ ഇടയിൽ കോഴിത്തരം കൊണ്ട് വരുന്നത്. അതായത് ഈ RC-യുടെയും OC-യുടെയും മറ്റേ കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ പേരനത്തിൽ എങ്ങനെയാ വരുന്നത്? നിങ്ങൾക്ക് തരുമ്പോ മറ്റേ അത് എന്താ പാർട്ടിക്ക് കിട്ടിയ ഫണ്ട് പിണറായിക്ക് കൊടുക്കുമ്പോ അത് മാസപ്പടി. അതെന്തൊരു ഏർപ്പാടാണ്, അതെന്തൊരു ഏർപ്പാടാ. നിങ്ങൾക്ക് കിട്ടിയതിന്റെയും കണക്ക് അന്വേഷിക്കണം, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കിട്ടിയതിന്റെയും കണക്ക് അന്വേഷിക്കണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ 2 മന്ത്രിമാർ ഊഞ്ഞാല രമേശ് ചെന്നിത്തലയും രാഹുലുണ്ടല്ലോ ഫേസ്ബുക്കിൽ മാസായിട്ട് വരും, ആസായിട്ട് തിരിച്ചു അതവിടെ നിക്കട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് രമണ, അതായത് ഉത്തമ, അങ്ങനെ നോക്കുമ്പോൾ ഇതെങ്ങനെയാ വേട്ടയാടലാവുക? തെറ്റുകാരിയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. വേട്ടയാടൽ നിർത്തോ, ഞാൻ പറയട്ടെ. എന്ത് സേവനമാണ് കർത്തയുടെ കമ്പനിക്ക് വീണ വിജയന്റെ കമ്പനി ചെയ്തു കൊടുത്തത്? 2 പോയിന്റ് പറയാൻ മനസ്സിലാവും. പറ, അതിന് ഞങ്ങൾക്ക് ഉത്തരം. 2 പോയിന്റ് പറ. സേവനം കൊടുക്കാതെ എങ്ങനെയാണ് ഒരു കമ്പനി വെറുതെ കോടികളൊക്കെ കൊടുക്കുന്നത്? ഞങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഇത് വീണ വിജയൻ മാത്രം ചെയ്ത കളിയല്ല. അതായത് പിണറായി വിജയൻ അധികാരത്തിലിരുന്ന സമയത്താണ് കർത്തയുടെ കമ്പനിക്ക് 4 വർഷം കരിമണൽ ഖനനത്തിന്, അതായത് നിയമവും ചട്ടവും എല്ലാം കാറ്റിൽ പറത്തി അനുമതി കിട്ടുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഉത്തരവ് വന്നു, കരിമണൽ CMRL-ന്റെ ഉപകമ്പനികൾക്ക് ഖനനത്തിന് അനുമതി കൊടുക്കരുതെന്ന്. ആ ഫയല് പൂഴ്ത്തി വെച്ചത് 4 വർഷമാണ്. അങ്ങനെയാണ് 1600 കോടിയുടെ ഖനനം നടത്താൻ CMRL കർത്തയ്ക്ക് മറ്റേ ഗോൾഡൻ ചാൻസ് കിട്ടുന്നത്. ഈ 4 വർഷം വരെ ആ ഫയൽ എന്താ പൂഴ്ത്തി വെച്ചത്? പറയൂ. പൂഴ്ത്തി വെച്ചതല്ല, ഓരോ ഫയലും ഓരോ ജീവിതമാണല്ലോ. ഇതാണ് പിണറായി പറഞ്ഞത്, കോർപ്പറേറ്റുകളുടെ ജീവിതമാണ് ഓരോ ഫയലും. ഈ നാടകമുണ്ടല്ലോ, ഈ നാടകത്തിന്റെ അവസാനം നിങ്ങളുടെ സഖാവിന്റെ മകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾ പരിണിത ഫലം അനുഭവിക്കും. പോയില്ലെങ്കിലും പോയാലോ? പോയില്ലെങ്കിലോ? പോകില്ലല്ലോ. പോകാനൊന്നും ഇല്ലല്ലോ. ഇത് വെറും ഒരു രാഷ്ട്രീയ നാടകം, പുകമറ സൃഷ്ടിക്കൽ. ഇൻഡാസ് വരുന്നുണ്ട്. ചോദ്യം ചെയ്യാനല്ലേ, അറസ്റ്റിനൊന്നും അല്ലല്ലോ. നേരത്തെ ഒരു ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും കഴിഞ്ഞതാ. അത് കഴിഞ്ഞ് വിളിപ്പിച്ച് വരുത്തുന്നത് കസ്റ്റഡിയിൽ എടുക്കാനായിരിക്കും. എന്തിനാടോ ഫോറൻസിക്കിന് പോലും പൊട്ടിക്കാൻ കഴിയാത്ത ഒരു ലോക്ക് വീണയുടെ ഫോണിലിട്ട് വെച്ചിരിക്കുന്നത്? ഫോറൻസിക് തലയും കുത്തി കിടന്ന് നോക്കുന്നു, പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഡബിൾ പണിയാകും തോന്നുന്നു. ED-യുടെ ആസ്ഥാനോടെ പോകാതിരിക്കും. ഡൽഹിയിലാ ചെന്ന് കേറിക്കോട്. CRPF മാത്രമല്ല, കൂടുതൽ വിളച്ചിലെടുത്ത NSG ഒക്കെ വരും. തിരുവനന്തപുരത്തും ഉണ്ടാ? അത് കൊച്ചിയിലാ. കൊച്ചിയിലെ സമരം അടുത്ത കൊച്ചിയിലെ. ഇനി വരുമ്പോഴത്തേക്ക് അവര് മറ്റേ പ്രൊട്ടക്ഷനുമായിട്ടാ വരുന്നത്. എന്ത് പ്രൊട്ടക്ഷൻ? അതായത് മറ്റേ CRPF-നെയൊക്കെ കൊണ്ടിരുന്നത്. അവരുടെ കയ്യിൽ ആദ്യമല്ല തോക്ക. ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ മാറി നിന്ന് ഇങ്ങനെ സമരം ചെയ്യും. വീണയ്ക്ക് വേണ്ടി കുണ്ടിക്ക് വെടികൊള്ളാൻ പോകും. കൊള്ളാം. ഓരോരോരോരോരോ പാഴികള് ഒലിക്കട കൂടും. ഒലക്കര മൂട്